ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ദൈവത്തിനു മുമ്പിലേക്കാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പിടിക്കപ്പെട്ട ഒരു വ്യഭിചാരിണിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ സഹനങ്ങൾക്കും ഒരു കാര്യമുണ്ട്. അതിലൂടെ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമുക്കായി നിലനിൽക്കുകയാണ്. ഈശോ ആ മകളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരും നിന്നെ വിധിച്ചില്ലേ? വന്നവരെല്ലാവരും തിരിഞ്ഞുപോയി. ആഘോഷമാക്കാൻ വന്നവർ തിരിഞ്ഞു പോകേണ്ടി വരികയാണ്. ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഓരോരുത്തരായിട്ട് നമുക്കെതിരെ കൊണ്ടുവന്ന കല്ലുകൾ താഴെയിടുവാൻ, ഒരൊറ്റ കല്ല് പോലും അവളുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ ദൈവമായ കർത്താവ് അനുവദിച്ചില്ല. ദൈവം പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഓർമ്മയുണ്ട്. അത് നിന്നെ അനുഗ്രഹിക്കുക, നാശത്തിലേക്കല്ല, ക്ഷേമത്തിലേക്ക്.